എടാ ഈ പെണ്ണെ കാണുന്നില്ലല്ലോ, എന്നെ ഇവിടെ അവളെ അമൽ സാറിന്റെ ക്യാബിനിലിരിക്കുക. എന്തോ കാര്യമായിട്ട് ഒരു ചർച്ച ചെയ്യുന്നുണ്ട്. എന്ത് ചർച്ചയാ? എനിക്കറിഞ്ഞൂടാ. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി കേട്ടിട്ട് വരൂ. അയ്യടാ, എന്നിട്ടാണ് അങ്ങനെ വായിക്കുന്നപ്പോഴും ഞാൻ കേൾക്കാൻ. ഒരു കാര്യം ചെയ്യേ, നീ പോയി നോക്കിട്ടോ. പിന്നെ ഞാൻ പോയി പറഞ്ഞാൽ പിന്നെ അങ്ങനെ എന്നൊന്നും പറയില്ല. അങ്ങനെ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരൂ. എന്താ രണ്ടുപേരും കൂടി ഉമ്മയുടെ കാര്യമൊക്കെ പറയണേ? അതോ ഇവന്റെ ഉമ്മേനെ പറ്റി പറയാമോ? അവന്റെ ഉമ്മേനെ കുറിച്ചോ? എന്താ? ഇവന്റെ ഉമ്മ ഇന്നലെ ഇവന്റെ വാപ്പയ്ക്ക് ഒരു ഉമ്മ കൊടുത്തു. ഇതൊക്കെയാണ് നീ ഇവിടെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യണേ? ആശിക്കേ അതൊന്ന് ഇത്ര വൃത്തിയോട് ഇവന്റെ ഉമ്മ ഇവന്റെ വാപ്പയ്ക്കല്ല കൊടുത്തല്ലോ, അത് അയൽവക്കത്തെ ചേട്ടനൊന്നും അല്ലല്ലോ. അതെ, പോയാ എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ക്രിസ്റ്റീന, ഞങ്ങൾക്ക് നിന്നോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യം. എന്റെ പൊന്നളിയാ, തീരെ സമയമില്ല, കുറേ ജോലിയുണ്ട്, പോവാൻ നോക്ക്. ഇത് കുറച്ച് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യം. അത്ര ഇമ്പോർട്ടന്റ് ആണെങ്കിൽ കേൾക്കാം, പറ. പക്ഷെ ഞങ്ങൾ പറയണ കാര്യം കേട്ട് ക്രിസ്റ്റീനെ ഞെട്ടരുത്. അത് കേട്ടിട്ട് തീരുമാനിച്ചാ പോരെ? കാര്യം പറ. ക്രിസ്റ്റീനെ വിചാരിക്കുമ്പോഴത്തെ ഒരാളല്ല ടോം. എന്ന് വെച്ചാ ടോം അണ്ണൻ ഒരു ബാഡ് ആസ് ആണ്. എന്താ ഉദ്ദേശിക്കണ? എന്ന് വെച്ചാ ടോമ് മഹാവൃത്തികെട്ടവനാണ്. ടോമിനെ കുറിച്ച് വെറുതെ അനാവശ്യം പറയരുത്. അങ്ങനെയല്ല, ഞങ്ങൾ ഇനി ടോമിനെ പറ്റി പറയാൻ പോണ കാര്യം കേട്ട ക്രിസ്റ്റീനെ ഞെട്ടു. ഒന്ന് പറയൂ. ക്രിസ്റ്റീന പ്രേമിക്കുന്ന ടോമില്ലേ, ടോമണ്ണനും ജെസ്സിയും തമ്മിൽ പ്രേമത്തിലാണ്. അല്ല, ക്രിസ്റ്റീന വിഷമിക്കൊന്നും ചെയ്യരുത്. നമ്മളിത് എങ്ങനെ ക്രിസ്റ്റീനോട് പറയാമെന്ന് ഒരുപാട് വട്ടം ആലോചിച്ചു. പക്ഷെ നമുക്ക് പറയാതെ വേറെ നിവൃത്തിയില്ല. ക്രിസ്റ്റീനയ്ക്ക് നല്ലൊരു ചെറുക്കനെ വേറെ കിട്ടും. അയ്യോ, ബ്രേക്കപ്പിന്റെ വിഷമത്തിൽ നാളെ ജിമ്മിലൊന്നും പോയി കയറാൻ നിൽക്കണ്ട. എല്ലാം പതിയെ പതിയെ ശരിയായിക്കോളും. അല്ല, ക്രിസ്റ്റീനൊന്നും പറഞ്ഞില്ല. ഇത്രയും മതിയോ? അല്ല, ഇത് കേട്ടിട്ടുള്ള ഞെട്ടലേ ഇത്രയും മതിയോ? അല്ല ഇനിയും വേണോ? ഒന്നേക്കോ രണ്ടെണ്ണം കൂടി. അമൽ സാർ ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ നിങ്ങളെ പോലെയുള്ള ആൾക്കാരുടെ കാര്യം. രണ്ടുപേരും പ്രേമിക്കുന്നതാണ് ബസ്സുയാണല്ലേ? അയ്യോ, ഞാൻ ശരിക്കും പറഞ്ഞതാ. എന്ത് എന്ന് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇവര് തമ്മിൽ വിവാഹിതരായവരാണ്. നീ അവര് വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാലും ഈ അവര് കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. പൊക്കോണ്ടെണ്ണം. അയ്യോ, ശരിക്കും അവര് കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. അയ്യോ, എന്തിനു 1 വർഷത്തിൽ നിർത്തിയേ? 10 വർഷമായെന്ന് പറ. രണ്ടുപേരോടും ഞാൻ പറയുക, എന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു, ഇത് ഇവിടെ നിർത്തിക്കോണം. ഇമ്മാതിരി പൊട്ടത്തരം കൊണ്ട് ഇവിടെ ആരുടെ അടുത്ത് ചെന്ന് അറിഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ. ഞാൻ ടോമിന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, കൂട്ടുകാരാണ് ഇറങ്ങി പൊക്കോണം. സാറിനല്ല സാർ, ഞാൻ ഇവരെ പറഞ്ഞതാ. എന്താണ് ബഹളം കേട്ടത്? സാറ് പറഞ്ഞ പോലെ തന്നെ പാരവെപ്പ്. എല്ലാവർക്കും പണിയൊന്നുമില്ലേ? ഉണ്ട് സർ. പോയി ചെയ്താട്ട്. എന്തായിരുന്നു? എന്റെ മനസ്സ് ഓരോന്ന് പറഞ്ഞ് ഇളക്കാൻ നോക്കുക സാർ, പക്ഷെ ഏറ്റില്ല. കുറ്റം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രണയം തകർക്കാൻ വരുന്നവരെ ഇതുപോലെ അങ്ങ് ഡീൽ ചെയ്താൽ മതി. താങ്ക് യു സാർ.